ഇനി വയനാട്ടിൽ നിന്ന് PA മുഹമ്മദ് റിയാസ് മന്ത്രി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഇന്നത്തെ മോർണിംഗ് ഷോയിൽ അദ്ദേഹം അതിഥിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വയനാട്ടിൽ നടത്താൻ പോകുന്ന കാര്യം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ PA മുഹമ്മദ് റിയാസ്. ഈ യഥാർത്ഥത്തിൽ ഈ വയനാടിനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് പ്ലാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ളത്? കാരണം അവിടെ ടൂറിസത്തിനാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. ഒരുപക്ഷേ വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ, വയനാടിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ടൂറിസം രംഗത്ത് പഴയ നമ്മുടെ പ്രൗഢി തിരിച്ചു കൊണ്ടുവരണം. എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? ഗുഡ് മോർണിംഗ് SK. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഇന്ന് മുഴുവൻ വയനാട്ടിലാണ്, ഇന്നലെയും വയനാട്ടിലായിരുന്നു. വയനാട്ടിലെ ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്താൻ കൂടുതൽ കരുത്തോടെ ലോകമാകെ പടർത്താനുള്ള കൂട്ടായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചൂരൽമല ദുരന്തം എല്ലാ മേഖലയും ബാധിച്ചതുപോലെ ടൂറിസം മേഖലയെ വലിയ നിലയിൽ ബാധിക്കാൻ ഒരു കാരണം തെറ്റായ ചില പ്രചരണമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്ന തെറ്റായ ചില പദപ്രയോഗങ്ങളാണ്. ഇപ്പോൾ ചൂരൽമല വയനാട്ടിലെ ഒരു സ്ഥലം മാത്രമാണ്, വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവുമല്ല. നമ്മൾ ചൂരൽമല ദുരന്തം എന്നുള്ളതിന് പകരം വയനാട് ദുരന്തം, വയനാട് ഡിസാസ്റ്റർ എന്ന് ലോകമാകെ അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന സാധാരണ മനുഷ്യർ, തേൻനെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ റിസോർട്ട് നടത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായി. ബുക്ക് ചെയ്ത പല റിസോർട്ടിലേക്കും ആളുകൾ വരാൻ മടിച്ചു. ഇവിടെ എന്തോ ആകെ ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ആകെ എന്തോ ഒരു കുഴപ്പമാണ് എന്ന ഒരു ചിന്താഗതി വന്നു. യഥാർത്ഥത്തിൽ വയനാട് ജില്ലയിൽ വയനാട് എന്ന് പറയുന്നൊരു സ്ഥലമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ വയനാട് ജില്ലയിലെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ പിറകിലുള്ള ചിത്രം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല, ബാണാസുരയാണ്, മനോഹരമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തോ കുഴപ്പമാണ്, വയനാട്ടിലാകെ കുഴപ്പമാണ് എന്ന തോന്നലുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തുന്നത്. ഇന്നലെയും ഇന്നുമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് പേർ ഇവിടെ എനിക്കൊപ്പം ഉണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതല്ലാത്ത മറ്റാളുകളുണ്ട്. എല്ലാവരും വയനാടിൻ്റെ വിവിധ ഭാഗത്ത് പോയിരിക്കുകയാണ്. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെ ലോകത്തിനാകെ അവതരിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വയനാട് ഈസ് സേഫ്, വയനാട് സുരക്ഷിതമാണ്, വയനാട് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇന്നലെ വയനാട്ടിലാണ് താമസിച്ചത്, ടൂറിസ്റ്റുകൾക്കൊപ്പമാണ് താമസിച്ചത്. ഇന്ന് മുഴുവൻ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെയാണ്. ഇന്ന് 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാവരും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാവരും ഞങ്ങൾ ഒത്തൊരുമിക്കുകയാണ്. അങ്ങനെ വയനാട് ടൂറിസത്തെ ഇന്ന് വരെ കാണാത്ത വലിയ സഞ്ചാരികളാകെ വരുന്ന ഒരു ഇടമാക്കി മാറ്റാനുള്ള വലിയ ശ്രമമാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വയനാടിനെ പ്രത്യേകം ശ്രദ്ധിച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി ശ്രീ SK. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂർ എന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IT ഹബിൻ്റെ വീക്കെൻഡ് വയനാടായി മാറി. അതിലൂടെ അത് ഇന്ത്യയാകെ പടർന്നു. കാരണം IT രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. പിന്നീട് വിദേശത്തേക്ക് വന്നു. വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പർ, സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകളുടെ വർഷമായിരുന്നു 2023. 2024 അതിലേക്ക് എത്താൻ നേരമാണ്, ആ റെക്കോർഡ് മറികടക്കാൻ നേരമാണ് ചൂരൽമല ദുരന്തമുണ്ടായത്. പക്ഷേ അത് ഒരു തരത്തിലും ബാധിക്കാതെ വയനാടിനെ ആകെ കൈപിടിച്ചുയർത്താനുള്ള വലിയ ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ഹാഷ്ടാഗിൽ എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ഉയർത്തുന്നത്. എൻ്റെ കേരളം എന്നും സുന്ദരം. 24 ന്യൂസിനും ഈ ക്യാമ്പയിനിൽ പങ്കുകൊള്ളാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരളത്തിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രം, വയനാട് ജില്ലയിലുള്ളതോ അല്ലെങ്കിൽ പുറത്തുള്ളതോ ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഈ ക്യാമ്പയിനിലൂടെ സാധിക്കും. ഇത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസങ്ങളിൽ ഞങ്ങൾ വലിയ നിലയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായ ഈ ദുരന്തം, 600-ലധികം ആൾക്കാർ മരിച്ചു എന്ന് പറയുന്ന ഈ ദുരന്തം വിദേശ നാടുകളിലെ ഈ BBC പോലുള്ള ടെലിവിഷൻ മാധ്യമങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് അതെല്ലാം അപ്പോൾ വയനാട് ട്രാജഡി എന്ന പേരിൽ, അല്ലെങ്കിൽ വയനാട് ലാൻഡ് സ്ലൈഡ് എന്ന പേരിലൊക്കെ തന്നെയാണ് വാർത്തകൾ വന്നത്. അപ്പോൾ വയനാട് വലിയ ദുരന്തത്തിൽപ്പെട്ടു എന്ന രീതിയിൽ ലോകമാധ്യമങ്ങൾ വാർത്തകൾ നൽകി. നമുക്കൊരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ആദ്യം ഈ പെട്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ചൂരൽമല എന്ന് പറയുമ്പോൾ നമുക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമെന്നാണ് 24 ഉപയോഗിക്കുന്നത്. അപ്പോൾ മിനിസ്റ്റർ ചൂരൽമല ദുരന്തം എന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചൂരൽമല മണ്ണിടിച്ചെന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിദേശ മാധ്യമങ്ങളിൽ ഉണ്ടായ പ്രചാരണ പരിപാടികൾ ചെറുതായിട്ടെങ്കിലും വിദേശ നാടുകളിൽ നിന്ന് ആളുകൾ വരുന്നതിനെ സ്വാധീനിച്ചെന്ന് വരാം. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായി എന്നും വരാം. അപ്പം അതിന് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഞാൻ പറഞ്ഞല്ലോ എസ് ഇന്നലെയും ഇന്നുമായി ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സ്വാധീനമുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആകെ വയനാട്ടിൽ വന്നിരിക്കുകയാണ്. 10-40 പേരുണ്ട്. അവരിപ്പോൾ വയനാട് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒപ്പമുണ്ട് പലരും പല ഭാഗത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ലോകത്താകെ ഞങ്ങൾ വയനാടിനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. വയനാടിന് ഒരു കുഴപ്പമില്ല, വയനാട് ജില്ലയിലെ ടൂറിസത്തിന് ഒരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വലിയ മാർക്കറ്റിംഗ് വയനാട് ടൂറിസത്തെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നടത്താൻ വേണ്ടി പോകുന്നു. ഒന്ന്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വയനാട് ടൂറിസം വളരെ സേഫാണെന്നും വയനാട് ടൂറിസത്തിൻ്റെ ഉജ്ജ്വലമായ നമുക്ക് പ്രകൃതി രമണീയമായ ഇടങ്ങളെ കാണിക്കാനും പറ്റുന്ന മാർക്കറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്താകെ വിവിധ രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രത്യേക മാർക്കറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് വയനാട് ഇന്ന് വരെ കാണാത്ത ടൂറിസ്റ്റുകൾ വരുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, ഈ ഞങ്ങളിപ്പോൾ ആരംഭിച്ച ക്യാമ്പയിൻ്റെ ഭാഗമായി സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളിലുള്ളവർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. അത് ഇനിയും വർദ്ധിപ്പിക്കാനാകും. ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായകമാണ് ശ്രീ SKN. ഇന്നത്തെ ദിവസം വയനാടിനെ ആകെ പകർത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളുമായി സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ പരിചിതമായ ആളുകൾ വയനാടിനെ പരിചയപ്പെടുത്താനും വയനാട് സേഫാണെന്ന് പറയാനും വേണ്ടി വന്നിരിക്കുകയാണ്. അത് വലിയ ട്രെൻഡ് വയനാട് സെറ്റ് ചെയ്യാൻ ഇന്നത്തെ ഒരൊറ്റ ദിവസം വളരെ നിർണായകമാണ്. ഈ ദിവസത്തോടെ സാധിക്കുമെന്ന് ഞങ്ങൾ മിനിസ്റ്റർ ഒരു കാര്യം കൂടി, അതായത് വിദേശ രാജ്യങ്ങളിലെ ടെലിവിഷൻ ചാനലുകളിലും അതുപോലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളും പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ കൂടി വയനാട് സന്ദർശിക്കാൻ താങ്കൾക്ക് ക്ഷണിച്ചുകൂടെ? കാര്യം അവർ കൂടി വയനാട് സന്ദർശിക്കുകയാണെങ്കിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ പ്രദേശം 3 ഭാഗത്തെ 3 ഗ്രാമങ്ങളെ മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയും അവരവരുടെ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്യുന്നത് നമ്മുടെ ടൂറിസ്റ്റിന് എന്തായാലും ഗുണം ചെയ്യും. വയനാടിനെ നമുക്ക് ചേർത്ത് പിടിച്ചേ പറ്റൂ. കാര്യം ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വയനാട്. അപ്പോൾ ഇത്രയധികം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം പഴയ ആ പ്രൗഢിയിലേക്ക് മടങ്ങിപ്പോയേ പറ്റൂ. എന്തായിരിക്കും ഈ കാര്യത്തിൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ തന്നെ ശ്രീ SKN പറഞ്ഞ നല്ലൊരു ആശയമാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. വിദേശത്തുള്ള പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയയിലുള്ളവരെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ വയനാട്ടിലേക്ക് കൊണ്ടുവരാം. വയനാട്ടിൽ മാത്രമല്ല, വയനാട്ടിൽ വരുന്നതോടുകൂടി ഒരാഴ്ച വയനാട്ടിൽ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് കേരളത്തിലാകെ സഞ്ചരിച്ച് കേരളമാകെ പരിചയപ്പെടുത്താൻ സാധിക്കും. കാരണം ഏതായാലും അവർ കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ വയനാട് മാത്രമാക്കുന്നില്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചു. അതിൻ്റെ നീക്കമാണ് അതാ ഞാൻ പറഞ്ഞത്, ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസം കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ ഇടങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മാർക്കറ്റിങ്ങിൽ ഇന്ന് വരെ കാണാത്ത ചില രീതികൾ ആവിഷ്കരിക്കുന്നു. അതിൽ വിദേശികളുണ്ട്, വിദേശത്തുള്ള മലയാളികളുണ്ട്, സ്വദേശികൾ, നമ്മൾ ഓരോരുത്തരുണ്ട്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിചയപ്പെടുത്താം. അങ്ങനെ ലോകത്തൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ മുഴുവൻ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ പ്രചരണം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ലോകത്തുള്ള ന്യൂസ് പേപ്പറുകൾ, പ്രിന്റഡ് പേപ്പേഴ്സിൽ അതിൻ്റെ പ്രചരണം ആരംഭിച്ചു. ഇനി ഇതിനു പുറമെയാണ് ശ്രീ SKN ഇവിടെ ചൂണ്ടിക്കാട്ടിയ വിദേശത്തു നിന്നുള്ള വിഷ്വൽ മീഡിയയിലെ പ്രധാനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. വയനാട് ഉൾപ്പെടെ കേരളത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താനുള്ള പ്രവർത്തനം, അതിൽ വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയ തുടങ്ങിയവയിലുള്ള പ്രധാനികളെ എല്ലാം കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്. എന്തായാലും താങ്കളുടെ ശ്രമങ്ങളൊക്കെ വലിയ വിജയം വരിക്കട്ടെ. വയനാടിനെ നമുക്ക് ചേർത്ത് പിടിച്ചാൽ മതിയാവും. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് വയനാട്. ഈ ജില്ലയിൽ ഉണ്ടാക്കുന്ന ടൂറിസം സാധ്യതകളൊക്കെ തന്നെ കേരളത്തിൻ്റെ വളർച്ചയ്ക്കും കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി പോലും വയനാട്ടിൽ നടന്ന ഈ സംഭവം ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്തെ മാത്രമാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു മന്ത്രിക്ക് ഒരു കാര്യം കൂടി നമ്മോട് പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കേൾക്കാം. പറയൂ ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ SKN, എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന് പറഞ്ഞ് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി 24 ന്യൂസ് ആരംഭിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് ലോകത്താകെയുള്ളവർക്ക് ഒരു കരുത്താകും. അത് വലിയ നിലയിൽ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രചരിപ്പിക്കാനാകും. 24 ന്യൂസ് അത് ആലോചിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ. താങ്കളുടെ ഈ പ്രൊപ്പോസൽ നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. അത് നമുക്ക് ചെയ്യാം. താങ്ക് യു. താങ്കൾ ബാക്കി കാര്യങ്ങൾ വിട്ടുപിടിക്കരുത്. താങ്കൾ തീർത്ത് വയനാടിനെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക. ഈ ഇത്തരം ശ്രമങ്ങൾക്കെല്ലാം 24 തീർച്ചയായും കൂടെ ഉണ്ടാകും. കാരണം നമ്മളുടെ ഭാവി എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഭാവി 2-3 സെക്ടറിലാണ്. ഒന്ന് വിഴിഞ്ഞം, ഒന്ന് IT, ഒന്ന് നമ്മുടെ ടൂറിസം.
അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയൂന്നിയാൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് കേരളത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയൂ എന്ന വിശ്വാസത്തിലാണ് നമ്മൾ 24 സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും.